നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ തങ്ങൾ പങ്കാളികളാകില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഇറാനെതിരെ സൗദി അറേബ്യയും UAEയും ആക്രമണങ്ങൾ നടത്തിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാർച്ചിലും ഏപ്രിലുമായി ഇരു രാജ്യങ്ങളും വെവ്വേറെ ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ ഇരു രാജ്യങ്ങളും അപലപിക്കാറുണ്ടെങ്കിലും യുദ്ധത്തിൽ തങ്ങൾ പങ്കുചേരുന്നില്ല എന്നായിരുന്നു ഇവരുടെ ഔദ്യോഗിക നിലപാട്. എന്നാൽ പുറത്തുവന്ന പുതിയ വിവരങ്ങൾ ഈ അവകാശവാദങ്ങളെ തിരുത്തുന്നതാണ്. മാർച്ചിലും ഏപ്രിലുമായി ഇരു രാജ്യങ്ങളും വെവ്വേറെ ആക്രമണങ്ങൾ നടത്തിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ ആദ്യം ഇറാന്റെ ലാവൻ ദ്വീപിലുള്ള ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ UAE സായുധസേന ആക്രമണം നടത്തിയെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ആക്രമണം ആ പ്ലാന്റിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും അതിന്റെ ഉൽപ്പാദനശേഷിയുടെ ഭൂരിഭാഗവും തകരാറിലായെന്നുമാണ് വിവരം. അതേസമയം സൗദി അറേബ്യയ്ക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി സൗദി ഇറാനിൽ നിരവധി രഹസ്യാക്രമണങ്ങൾ നടത്തിയെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇറാന്റെ മണ്ണിൽ സൗദി അറേബ്യ നേരിട്ട് നടത്തുന്ന ആദ്യ സൈനിക നടപടിയാണിത്. പ്രതിരോധം തീർക്കുന്നതിൽ ഇരു രാജ്യങ്ങളും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാണ് ഈ സംഭവത്തിലൂടെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിനോട് സൗദിയും ഇറാനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയുമായി ആഴത്തിലുള്ള സൈനിക ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് സൗദി. US സൈനിക താവളങ്ങളെ മാത്രമല്ല, ജനവാസ മേഖലകൾ, വിമാനത്താവളങ്ങൾ, എണ്ണ പ്ലാന്റുകൾ എന്നിവയും ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അപ്പോഴും യുദ്ധത്തോടുള്ള UAEയുടെയും സൗദി അറേബ്യയുടെയും സമീപനങ്ങൾ വ്യത്യസ്തമായിരുന്നു. UAE കൂടുതൽ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, ഇറാനുമായി പരസ്യമായ നയതന്ത്ര ചർച്ചകളിൽ വളരെ അപൂർവമായി മാത്രമേ അവർ പങ്കെടുത്തിരുന്നുള്ളൂ. അതേസമയം സംഘർഷം വഷളാകാതിരിക്കാൻ ശ്രമിക്കുകയും റിയാദിലെ ഇറാന്റെ അംബാസിഡർ വഴിയടക്കം ഇറാനുമായി നിരന്തരം ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ പ്രമുഖ ഷിയ സുന്നി മുസ്ലിം ശക്തികളായ ഇറാനും സൗദി അറേബ്യയും ദീർഘകാലമായി ഭിന്നതയിലായിരുന്നു. മേഖലയിലുടനീളമുള്ള വിവിധ സംഘർഷങ്ങളിൽ ഇവർ വ്യത്യസ്ത ചേരിയിലുള്ള ഗ്രൂപ്പുകളെയാണ് പിന്തുണച്ചിട്ടുള്ളത്. എന്നാൽ 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് കാരണമായിരുന്നു. ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം തടസ്സമില്ലാതെ തുടരുന്നതിനാൽ മിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധകാലത്തുടനീളം എണ്ണ കയറ്റുമതി തുടരാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇതുവഴി യുദ്ധത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് താരതമ്യേന വിട്ടുനിൽക്കാൻ സൗദിക്ക് സാധിച്ചു. ആഴ്ചകളോളം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് ഒടുവിലാണ് സൗദി അറേബ്യ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. മാർച്ച് 19 റിയാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ സൈനിക നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം സൗദി അറേബ്യയ്ക്കുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വ്യക്തമാക്കിയിരുന്നു. 3 ദിവസത്തിനു ശേഷം ഇറാന്റെ മിലിറ്ററി അറ്റാഷെയും 4 എംബസി ഉദ്യോഗസ്ഥരെയും സൗദി അറേബ്യ അസ്വീകാര്യരായ വ്യക്തികളായും പ്രഖ്യാപിച്ചിരുന്നു. മാർച്ച് അവസാന വാരത്തിൽ സൗദി അറേബ്യയ്ക്ക് നേരെ 105-ലധികം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. പിന്നീട് ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ അത് 25-ൽ താഴെയായി കുറഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാറിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ സൗദി അറേബ്യയ്ക്ക് നേരെ തൊടുത്ത മിസൈലുകൾ വന്നത് ഇറാനിൽ നിന്നായിരുന്നില്ല, മറിച്ച് ഇറാഖിൽ നിന്നാണെന്ന് പിന്നീട് വ്യക്തമായി. സഖ്യകക്ഷികളായ ഗ്രൂപ്പുകൾ ആക്രമണം തുടരുമ്പോഴും ഇറാൻ നേരിട്ടുള്ള ആക്രമണങ്ങൾ കുറച്ചുവെന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമായത്. ഈ ആക്രമണങ്ങളിൽ പ്രതിഷേധം അറിയിക്കാൻ ഏപ്രിൽ 12-ന് സൗദി അറേബ്യ ഇറാഖ് അംബാസിഡറെ വിളിച്ചു വരുത്തിയിരുന്നു. ഏപ്രിൽ 7-8 തീയതികളിൽ സൗദി അറേബ്യയ്ക്ക് നേരെ 31 ഡ്രോണുകളും 16 മിസൈലുകളുടെ ആക്രമണം ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തതോടെ വെടിനിർത്തലിന്റെ തുടക്കത്തിൽ തന്നെ വിള്ളലുകൾ പ്രത്യക്ഷമായിരുന്നു. എന്നിരുന്നാലും സൗദിയും ഇറാനും തമ്മിലുള്ള ആശയവിനിമയം അപ്പോഴും തുടർന്നിരുന്നു. ഈ ആക്രമണങ്ങൾ ഇറാനെതിരായും ഇറാഖിനെതിരായും തിരിച്ചടി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സൗദിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. അതേസമയം സൗദിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയും നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു.